ഒരു പുതിയ വർക്കുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു വീടിൻ്റെ മുകളിൽ റൂഫ് ചെയ്യാനുള്ള വർക്കുമായിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. അപ്പം ഏകദേശം വർക്ക് ഫിനിഷിങ് സ്റ്റേജിലായി ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തീരാനായിട്ടുണ്ട്. അപ്പം വീടിൻ്റെ മുകളിൽ മൊത്തം ഷീറ്റ് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പം അത് തീരാനായിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. ഈ വീടിൻ്റെ സ്റ്റെയർ കയറി വരുന്ന വഴിയാണ്. അപ്പം പിന്നെ ഇതിലേക്ക് കയറി വന്ന് സ്റ്റെയർ കേസ് റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഉൾപ്പെടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് ഷീറ്റ് ചെയ്തിട്ട് ഉള്ളൊരു വർക്കാണ്. പിന്നെ ഈ വീട് പണിതിട്ട് കുറച്ച് വർഷമായി. അപ്പോൾ ലീക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വാർപ്പ് പിന്നെ മേലെയൊന്നും നോക്കണ്ടേ, നമ്മൾ തലങ്കോലായി കിടക്കുകയാണ്. നമ്മുടെ പണി ഏകദേശം തീർന്നല്ലേ. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ ലീക്കിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ടോപ്പിൽ റൂഫ് ചെയ്യണം. അപ്പം ഓടിടാനൊന്നും താല്പര്യമില്ല. ഓടി ചെയ്യുന്നതിനെക്കാളും ബഡ്ജറ്റ് കുറയുമല്ലോ നമ്മൾ വിചാരിച്ചിട്ടാണ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ അത്യാവശ്യം ഉയരത്തിൽ തന്നെയാണ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. തൂണുണ്ടോ, ഉയരത്തിൽ തന്നെ ഷീറ്റ് ചെയ്തിരിക്കും. ഭാവിയിൽ റൂമൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം ഒരു 11 അടി നമ്മൾ തൂണിൽ ഹൈറ്റ് കൊടുക്കണം. 11 അടി ഹൈറ്റ് കൊടുക്കാനുള്ള കാരണം ഈ ബിൽഡിങ്, ഈ റൂമുണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് മേലെ പിന്നെ ഇത് ചെരിവ് വാർപ്പാണ്. അപ്പം അതിൻ്റെ ടോപ്പിൽ കിട്ടേണ്ടതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടാണ് അത്രയും ഹൈറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ റൂം എടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ റൂം എടുക്കുമ്പോൾ ഈ ഷെയ്ഡൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ഒരു സെറ്റപ്പ് ആക്കി എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. കാരണം എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. അപ്പം അതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു താഴ്ന്ന പ്രദേശമുണ്ട്, ഇതുണ്ടോ, ഈ ഏരിയയും കൂടി പൊക്കി റെഡിയാക്കി എടുക്കേണ്ടി വരും, എന്നാലേ അതൊരു വൃത്തിയാവുള്ളൂ അത് റൂം എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്ന 4 കോടിയായിട്ടുള്ള വർക്കാണ്. 1 കോടി, 2 കോടി, ഇപ്പുറത്ത് 2 കോടി. പിന്നെ അങ്ങനെ ഒരു ഷേപ്പിലാണ്. പിന്നെ പുറകിൽ ചെറിയൊരു കട്ടിങ് ഉണ്ട്, എന്നാൽ വഴി പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വിഷ്വലായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഇത് ഏകദേശം ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് ഒരു ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അത് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നെ തുടങ്ങാം. ഇത് നമ്മൾ 3x3 തൂണാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 3x3 11 അടി ഉയരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11 അടി ഉയരമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഭാവിയിൽ റൂം എടുത്തു കഴിഞ്ഞാൽ സീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 അടി ഹൈറ്റ് സുഖമായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഫുള്ള് നമ്മൾ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് കഴുക്കോലും ബീമും എല്ലാം 3x1 പൈപ്പാണ്. പിന്നെ പട്ടികയായിട്ട് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ ഇത്രയും കോടി, മെയിൻ കോടി ഇത്രത്തോളം വരുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കോടിയുടെ സൈഡിൽ ഇതുപോലെ പൈപ്പ് കൊടുക്കുന്നു 1 ഇഞ്ചിൽ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിങ് ഷീറ്റ് നല്ല വൃത്തിക്ക് സീറ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പം അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഒത്തിരി കുറയും. അപ്പം അതൊക്കെ മെയിനായിട്ട് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലോ പ്രശ്നമല്ല, അല്ലെങ്കിൽ അന്നേരം അത് പിന്നെ തൂങ്ങിക്കിടക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. അപ്പം മൊത്തത്തിൽ റേറ്റ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽ ഒക്കെ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പൈപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എല്ലാം 16 ഗേജിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിയുടെ ഷീറ്റാണ്. ഓക്സി പിന്നെ ഓക്സിയുടെ ഷീറ്റാണ്. പിന്നെ അവർ 15 വർഷം വാറണ്ടി കൊടുക്കുന്ന ഫോർസാൻ്റെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പാത്തി നമ്മൾ യൂറോ ഗാർഡിൻ്റെ വൈറ്റ് പാത്തിയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനും കമ്പനി 10 വർഷം വാറണ്ടി, PVC പാത്തികൾക്ക് വെക്കുന്നതിന് തന്നെ 10 വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. ഇനി എന്തായാലും വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും തരില്ല, വീടാതെ നോക്കണം നമ്മുടെ കടമയാണ്. വെയിലടിച്ചിട്ടൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ മാറ്റി തരുന്നുണ്ട്. അങ്ങനെ തന്ന അനുഭവങ്ങൾ പല കമ്പനികൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ടച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെക്കനിത പെയിൻ്റ് അടിക്കുന്നുണ്ട്, പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് വേറെ ബാക്കി എല്ലാവരും ലീവല്ല, വേറെ സൈറ്റിൽ കിട്ടിയതല്ല. അപ്പം ഇന്നലെ ഏകദേശം നമ്മൾ ഷീറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് ടച്ചിങ് തൂണ് പെയിൻ്റ് അടിക്കാനും ബാക്കി മറ്റ് പോയയിടത്തും പ്രൈമറെല്ലാം അടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയെല്ലാം പോയി സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം ടച്ച് ചെയ്യാനും കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ തൂണ് നമ്മൾ പ്ലേറ്റ് അടിച്ച് ഉറപ്പിച്ചിട്ട് കോൺക്രീറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ ചെയ്തിട്ട് പോയതാണ്. ചോട്ടിൽ കോൺക്രീറ്റ്.
അപ്പം എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്യില്ലെന്ന് തോന്നും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റേറ്റ് പറയുമ്പം ഈ റേറ്റിലുള്ള വേരിയേഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ റേറ്റിൽ വേരിയേഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ടാങ്കിന് അങ്ങോട്ട് കയറാൻ വലിയ സീനില്ല, കാരണം ഇതിലേക്ക് പിന്നെ കയറി പോകാൻ വഴിയുണ്ട്. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ടാങ്കിൻ്റെയും കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇനിയൊരു ടാങ്ക് കഴുകാനുള്ള ഹൈറ്റ് വേണമല്ലോ. അപ്പം ഒരു 2 അടിയും കൂടിയൊക്കെ ഇനി എക്സ്ട്രാ ഇട്ടാലേ ടാങ്ക് കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കിന് കാണിച്ചു കേട്ടോ, ടാങ്കിന് സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുള്ളത്. അത് 2 സൈഡിലോട്ട് ആന വയനായിട്ട്, അത് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാഴ്ചയുള്ള ഒരു സംഭവമൊന്നുമല്ല. അതുകൊണ്ട് 4 തൂട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കിന് കണ്ടില്ല, 2 സൈഡിലേക്ക് 6 അടിയുടെ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടാങ്കിൽ സുഖമായിട്ട് തുറന്നിട്ട് കഴുകാനുള്ള ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലേക്ക് കയറി മേലോട്ടെല്ലാം പോവുകയും ചെയ്യാം. പിന്നെ ഇത് കണ്ട, അതിലൊക്കെ ഇത് ടാറ്റ ഷീറ്റാണ്, നമ്മൾ തന്നെ ചെയ്തൊരു വർക്ക്. പക്ഷേ 10-13 വർഷമായ. അപ്പം പിന്നെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. കളർ പിന്നെ പൊതുവെ എല്ലായിടത്തും ഫെയ്ഡ് ആവും, ഏത് കമ്പനി ഇട്ടാലും ഫെയ്ഡ് ആകുന്നുണ്ട്. പിന്നെ ഷീറ്റിന് മെയിനായിട്ട് വരുന്നൊരു ഫാൾട്ട് കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം ഈ കാണുന്ന പൈപ്പാണ്. ഈ കാണുന്ന പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വീഴുന്നത് കൊണ്ടാണ് മെയിനായിട്ട്. അതായത് മണലെല്ലാം കൂടി വീഴൂലേ, അങ്ങനെ വീഴുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തെല്ലാം മെയിനായിട്ട് തുരുമ്പെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് തുരുമ്പിനുള്ള മെയിൻ കാരണം. പിന്നെ എഡ്ജ് ഭാഗം എല്ലാം തുരുമ്പെടുത്തിട്ടുണ്ട്. അത് പാത്തിൽ വെള്ളം വീണ് തെറിക്കുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു, കാരണം കച്ചറയൊക്കെ കൂടിയുള്ള തെറിക്കലല്ലേ. എഡ്ജ് ഭാഗം മൊത്തത്തിൽ തുരുമ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ട, ഈ വെള്ളമൊന്നും വീഴാത്ത ഭാഗമാണ് ഈ വാർപ്പിൻ്റെ അടിയിലാണ്. അടിയൊന്നും വലിയ കളർ ഫെയ്ഡ് പോലും ആയിട്ടില്ല. അപ്പോൾ അത്രയൊക്കെയാണ് വർക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ കാണിക്കാം. ഇതാണ് ടോപ്പ് വ്യൂ. 4 പടി, മെയിനായിട്ട് 4 പടി. അത്യാവശ്യം ചെരുവിൽ തന്നെ ഇട്ടിട്ടുള്ളത്. 1 കോടി 2 കോടി 2 തെങ്ങുണ്ട്. അതിന് തെങ്ങെല്ലാം വലിച്ച് ഇന്നലെ തന്നെ വലിച്ചവർ കെട്ടി പാത്തിയിലോട്ട്. കാരണം ഏകദേശം ഈ ഭാഗത്തോട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഇപ്പം അങ്ങോട്ട് ഡയറക്റ്റ് വീഴൂലാന്ന് തോന്നുന്നു, മിസ്സാന്നൊന്നും അറിയാം. പാത്തിയൊക്കെ വീണ്, തേങ്ങയൊക്കെ വീണ് കഴിഞ്ഞാൽ പാത്തി പൊട്ടും. വാറണ്ടിയൊക്കെ തേങ്ങ വീണ് കഴിഞ്ഞാൽ വാറണ്ടിയൊന്നും തരില്ല അവർ. ഈ വാങ്ങണ്ട, ഇങ്ങനെ കൂടി. മെയിനായിട്ട് ആ റോഡ് കണ്ട, ആ റോഡിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട്. അതിലേശം ഉയർന്ന പ്രദേശമാണ്, അവിടെ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ഫുള്ള് പ്ലാസ്റ്റിക്കെല്ലാം പൊളിച്ചാണ്. 4/7 ഷീറ്റാണ്. ഫ്രണ്ട് ഫുള്ള് റോഡാണ്, പക്ഷേ ആ ഏരിയയിൽ നിന്ന് അത്ര വ്യൂ ഇല്ല, അത് കുറച്ച് താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട്, നല്ല ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് കാണും. പിന്നെ ടാങ്കിൻ്റെ ടോപ്പ് കാണിച്ചുതരാം. ഇതാണ് ടാങ്കിൻ്റെ ടോപ്പ്. ആ വാങ്ങിയത് 2 സൈഡോട് ചേച്ചിട്ട്, അത് പിന്നെ ഫ്രണ്ടിൽ നിന്നാണല്ലോ, റോഡ് കിടിയാണ്, അവിടെ നിന്ന് അങ്ങനെ കാഴ്ചയൊന്നുമില്ല. പിന്നെ പുറകിലോട്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓക്സിജൻ ഷീറ്റും കാണിച്ചു തരാം. ഓക്സിജൻ ഷീറ്റ് അത് ആ ഒരു പൂവുണ്ട്, അത് നമ്മളിട്ട് തന്നെയാണ്. അതിനും കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. കളർ ഫെയ്ഡ് എല്ലാത്തിനും ആകും. അതിപ്പം ഏതൊക്കെയാണെങ്കിലും ചപ്പക്ക് വീഴുന്നിടത്ത് നിർബന്ധമായും ഫെയ്ഡ് ആവും. അപ്പോൾ അത് ഓക്സിജൻ ഷീറ്റാണ്. അപ്പം എല്ലാ ഷീറ്റിനും തന്നെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറത്തെ വ്യൂ കൂടി കാണിച്ചു തരാം. ഇതാണ്, ഇത് കറക്റ്റ് ഉയരമുള്ള സ്ഥലമാണ്. വീട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിട്ട് സംഭവം കാണും. ഇതുണ്ട, ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല വ്യൂ ആണ്. ടോപ്പ് ഫുള്ളായിട്ട് കാണും. ഓടൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കേണ്ട വീടാണ്. പക്ഷെ ഓട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതാണ്. നമ്മൾ പറഞ്ഞാൽ ഓട് ചെയ്തോ, അപ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ ഞാൻ. ഭാവിയിൽ ചിലപ്പോൾ റൂമൊക്കെ എടുക്കുമ്പോൾ അവർ ഓട് ചെയ്ത് ചെയ്യാമെന്നൊക്കെ എങ്ങനെ അഭിപ്രായം പറഞ്ഞേ. ഇപ്പം അങ്ങനെ മതിയെന്ന് പറഞ്ഞു. റൂം എടുക്കണമെങ്കിലുള്ള ഹൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. റൂം എടുക്കണമെങ്കിൽ ടോപ്പ് ഉറപ്പ് തട്ടിക്കളയേണ്ടത്. അതായത് സ്റ്റെയർ കേസും അവിടെ ഒരു റൂമും കൂടി ഉണ്ട്, അത് തട്ടിക്കളയേണ്ടി വരും. കാരണം എന്നാലേ ഒരു വൃത്തി വരുള്ളൂ. മൊത്തത്തിൽ എന്തെങ്കിലും ഡിസൈൻ ആക്കിയിട്ട് ഈ സിറ്റൗട്ട് താന്നിരിക്കുന്ന ഭാഗമൊക്കെ പൊക്കിയെടുക്കുകയൊക്കെ ചെയ്യണം, എന്നാലേ അതൊരു വൃത്തി വരുള്ളൂ. ഇതാണ് വീട്. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് റോഡ് ഇങ്ങനെ അടിവശം മാത്രമേ കാണുള്ളൂ, ടോപ്പ് കാണൂല. നല്ല വെയിലായിട്ടൊന്നും തിരിയില്ല. ഇങ്ങോട്ട് മാറിക്കാം കേട്ടോ.
ഇടുന്നതിന് ഇങ്ങനെ കാണുള്ളൂ. ഇടുന്നതിന് ടോപ്പൊന്നും കാണില്ല. അങ്ങോട്ട് പോയാലും ഇതിൻ്റെ സപ്പോർട്ടൊന്നുമില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തെങ്ങ്. തെങ്ങെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഴില്ല. ഏകദേശം നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തരുന്നു. സ്വയം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അതായത് റേറ്റ്, കാര്യങ്ങൾ, പിന്നെ ബാക്കി ചെയ്യുന്ന ഡീറ്റെയിൽസും വിഷ്വൽസും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.